നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് നഗരത്തിൽ നിയന്ത്രണം വിട്ട ഓട്ടോ മറിഞ്ഞ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കാഞ്ഞങ്ങാട് വടകരമുക്കിൽ അതിഥി തൊഴിലാളിക്ക് കുത്തേറ്റു. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഉത്തം ദത്തിനാണ് കുത്തേറ്റത്. കാസർഗോഡ് തേരോത്ത് വിഷം അകത്ത് ചെന്ന് ചികിത്സയിലായിരുന്ന 19കാരി മരണപ്പെട്ടു. തേരോത്തെ T അശോകന്റെ മകൾ T അനശ്വരയാണ് മരണപ്പെട്ടത്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സ്മരണാർത്ഥം കാസർഗോഡ് അനുസ്മരണ സമ്മേളനം നടത്തി. ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. പൈക്ക പുണ്ടൂർ ALP സ്കൂളിൽ ചാന്ദ്രദിനാചരണം സംഘടിപ്പിച്ചു. ബഹിരാകാശ സഞ്ചാരികളുടെ മോഡൽ സ്പേസ് സ്യൂട്ട് ധരിച്ച് വിദ്യാർത്ഥികൾ ചാന്ദ്രദിനം കൊണ്ടാടി. നെല്ലിക്കട്ട PBM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിസ്മയിപ്പിക്കുന്ന റോബോട്ടിക് ഷോ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുള്ള കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് നഗരത്തിൽ നിയന്ത്രണം വിട്ട ഓട്ടോ മറിഞ്ഞ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ടൗൺ UP സ്കൂൾ, മഡോണ AUP സ്കൂളിലെ കുട്ടികൾക്കാണ് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കാസർഗോഡ് നഗരത്തിൽ നിയന്ത്രണം വിട്ട ഓട്ടോ മറിഞ്ഞ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. കാസർഗോഡ് ടൗൺ UP സ്കൂൾ, മഡോണ AUP സ്കൂളിലെ കുട്ടികൾക്കാണ് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇന്ന് രാവിലെ 9:45ഓടെയാണ് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോവുകയായിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് അപകടമുണ്ടായത്. കാസർഗോഡ് MG റോഡിൽ ഫോർട്ട് റോഡ് ജംഗ്ഷനിലെത്തിയപ്പോൾ ഓട്ടോറിക്ഷയുടെ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തിൽ 7 വിദ്യാർത്ഥികൾക്കും ഓട്ടോ ഡ്രൈവർ ഉമേഷിനും പരിക്കേറ്റു. ഇവരെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാസർഗോഡ് നഗരത്തിലെ 2 UP സ്കൂളുകളിലെ കുട്ടികൾക്കാണ് പരിക്കേറ്റത്. മഡോണ സ്കൂളിലെ വിദ്യാർത്ഥികളായ ആരാധ്യ, അഥർവ, അർവിൻ, കാസർഗോഡ് ടൗൺ മുനിസിപ്പൽ ഗവൺമെന്റ് UP സ്കൂളിലെ മറിയം, ദീപ്ന, അനശ്വര, ഇയാൻ സുനിൽ എന്നിവരാണ് പരിക്കേറ്റ വിദ്യാർത്ഥികൾ. പള്ളം TIA LP സ്കൂളിലെ റിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. അപകട വിവരമറിഞ്ഞ് കുട്ടികളുടെ സ്കൂളുകളിൽ നിന്നും അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേരാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെത്തിയത്. കുട്ടികളുടെ പരിക്ക് ഗുരുതരമല്ല എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് വടകരമുക്കിൽ അതിഥി തൊഴിലാളിക്ക് കുത്തേറ്റു. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഉത്തം ദത്തിനാണ് കുത്തേറ്റത്. ഇയാളെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒപ്പം താമസിക്കുന്ന ഇമാനുളാണ് ഉത്തം ദത്തിനെ കുത്തിയത്. വടകരമുക്കിൽ അതിഥി തൊഴിലാളിക്ക് കുത്തേറ്റു. വാടക കെട്ടിടത്തിൽ താമസിക്കുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശി ഉത്തം ദത്തിനാണ് കുത്തേറ്റത്. മുതുകിൽ ആഴത്തിലുള്ള മുറിവേറ്റ ഉത്തം ദത്തിനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാത്രിയാണ് സംഭവം. കൂടെ താമസിക്കുന്ന ഇമാനുലാണ് ഉത്തം ദത്തിനെ കുത്തിയത്. വയറ്റിലും പുറത്തും നിരവധി കുത്തേറ്റ് ഗുരുതര നിലയിലാണ്. മദ്യലഹരിയിൽ വഴക്കുണ്ടാക്കിയപ്പോൾ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറഞ്ഞതിനായിരുന്നു സുഹൃത്തായ പ്രതി കുത്തിയത്. തുടർന്ന് പ്രതി രക്ഷപ്പെട്ടു. കൊലപാതക ശ്രമത്തിന് പ്രതിയുടെ പേരിൽ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ബേഡകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തേരോത്ത് വിഷം അകത്ത് ചെന്ന് ചികിത്സയിലായിരുന്ന 19കാരി മരണപ്പെട്ടു. തേരോത്തെ T അശോകന്റെ മകൾ T അനശ്വരയാണ് മംഗളൂരുവിലെ ആശുപത്രിയിൽ മരണപ്പെട്ടത്. +2 പഠനത്തിനു ശേഷം ഉപരിപഠനത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അനശ്വര. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മണിയോടെ വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് അനശ്വര കുണ്ടംകുഴിയിലെ ഒരു ക്ലിനിക്കിൽ ചികിത്സ തേടി. പിന്നീട് ബേഡെടുക്ക താലൂക്ക് ആശുപത്രിയിലേക്കും തുടർന്ന് ചെങ്കളയിലെ സഹകരണ ആശുപത്രിയിലേക്കും മാറ്റി. ഡോക്ടർ നടത്തിയ പരിശോധനയിൽ നില ഗുരുതരമാണെന്ന് കണ്ടെത്തി. ഇതോടെയാണ് മംഗളൂരു ഫാദർ മുള്ളേഴ്സ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അവിടെ നടത്തിയ വിശദമായ പരിശോധനയിലാണ് വിഷം അകത്തു ചെന്നതായുള്ള കാര്യം സ്ഥിരീകരിച്ചത്. ചികിത്സ തുടരുന്നതിനിടയിൽ രാത്രി 10:30 മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു. അനശ്വരയുടെ മരണം സംബന്ധിച്ച് പിതാവ് നൽകിയ പരാതിയിൽ ബേഡകം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. അനസൂയയാണ് മാതാവ്. അശ്വിൻ സഹോദരനാണ്. DYFI തേരോത്ത് യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു അനശ്വര. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. CPIM-ന്റെ സ്ഥാപക നേതാക്കളിലൊരാളും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ നാട് വിപ്ലവ സൂര്യന്റെ അമരസ്മരണ പുതുക്കി.
കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഒരു സമരനൂറ്റാണ്ടിന്റെ ജീവിതാനുഭവങ്ങളിലൂടെ തലമുറകളിൽ വിപ്ലവാവേശം പടർത്തിയ നേതാവായിരുന്നു അദ്ദേഹം. കേരളത്തോടൊപ്പം നടന്നും നയിച്ചും അദ്ദേഹം തലമുറകളെ പ്രചോദിപ്പിച്ചു. സമരവും ജീവിതവും രണ്ടല്ലെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിക്കാനായി. രാഷ്ട്രീയത്തിനപ്പുറം എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലേക്കും മനസ്സിലേക്കും VS ഇറങ്ങിച്ചെല്ലുകയായിരുന്നു. അടിസ്ഥാന ജനവിഭാഗത്തിന്റെ മുന്നേറ്റത്തിനായി ഒരായുസ് മുഴുവൻ അദ്ദേഹം പോരാടിയ അതുല്യ നേതാവിനെ അനുസ്മരിച്ച് CPIMന്റെ നേതൃത്വത്തിൽ ജില്ലയിലെങ്ങും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പാർട്ടി ഓഫീസുകൾ കൊടിത്തോരണങ്ങളാൽ അലങ്കരിച്ചു. പാർട്ടി ഓഫീസുകളിലും ബ്രാഞ്ചുകളിലും പ്രഭാത ഭേരിയോടെ പതാക ഉയർത്തി. വിവിധ കേന്ദ്രങ്ങളിൽ അനുസ്മരണ സദസ്സുകൾ സംഘടിപ്പിച്ചു. കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നല്ല 2 ദിവസം മുമ്പ് മുതൽ തന്നെ പല ജില്ലകളിലും വിവിധ പരിപാടികളോടെ ആചരണ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. VSന്റെ വേർപാട് വർത്തമാനകാല ലോക രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും വലിയ ഒരു തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നൊരു പക്ഷേ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ ഒരു യുവജന വിദ്യാർത്ഥി മുന്നേറ്റത്തിന് ഈ കഴിഞ്ഞ 2 ദിവസം ഡൽഹി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ പാർട്ടികളുടെയും ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും എല്ലാം തന്നെ ഒട്ടും ചെറുതല്ലാത്ത പങ്കാളിത്തം അതിനകത്തുള്ളതാണ്. കേരളത്തിൽ പുതിയ രാഷ്ട്രീയ പരിസ്ഥിതി രൂപപ്പെട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പോരാട്ടത്തിന്റെ പ്രക്ഷോഭത്തിന്റെ വഴികളിലൂടെയാണ് വരുന്ന ആളുകളിൽ നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി പോകുന്നത്. ഈ പോർമുഖങ്ങളെല്ലാം ആർത്തലച്ചു വരുന്ന ബഹുജനങ്ങൾക്ക് എന്നും സമരമുഖത്ത് ആവേശം, കരുത്ത്, ഊർജം പകരുന്ന ഒരു വിപ്ലവ രാഷ്ട്രീയ നേതാവാണ് സഖാവ് VS. ബർത്തോൾട്ട് ബ്രെഖ്റ്റിന്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കവിതയുണ്ട്. ഒരു ദിനമെങ്കിലും പൊരുതി നിന്നോ അവരെത്ര നല്ലവർ, ഒരു നീണ്ട വർഷം പൊരുതി നിന്നോർ അവരതിലേറെ നല്ലവർ, എന്നാൽ മറക്കായിക ജീവിതം മുഴുവനും പൊരുതി നിൽപ്പോൾ അവരെത്ര പോരിന്റെ സത്തയും സാരവും. അത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് VSനെ കുറിച്ച് ഓർത്തെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ഉദുമ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്പങ്ങാട്ടെ പനയൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം KP സതീഷ് ചന്ദ്രനും മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം CH കുഞ്ഞമ്പുവും ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പൈക്ക പുണ്ടൂർ ALP സ്കൂളിൽ ചാന്ദ്രദിനാചരണം സംഘടിപ്പിച്ചു. ബഹിരാകാശ സഞ്ചാരികളുടെ മോഡൽ സ്പേസ് സ്യൂട്ട് ധരിച്ച് വിദ്യാർത്ഥികൾ ചാന്ദ്രദിനം കൊണ്ടാടി. പൈക്ക പുണ്ടൂർ ALP സ്കൂളിൽ ചാന്ദ്രദിനാചരണം സംഘടിപ്പിച്ചു. ബഹിരാകാശ സഞ്ചാരികളുടെ മോഡൽ സ്പേസ് സ്യൂട്ട് ധരിച്ച് വിദ്യാർത്ഥികൾ ചാന്ദ്രദിനം കൊണ്ടാടി. ബഹിരാകാശ സഞ്ചാരിയായ ആദ്യത്തെ മലയാളി ഡോക്ടർ അനിൽ മേനോനെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി. ചാന്ദ്രദിന ക്യൂസ് മത്സരം സംഘടിപ്പിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജു സെബാസ്റ്റ്യൻ, അധ്യാപകരായ രവിശങ്കർ A, രാജശ്രീ V, ഭാഗ്യലക്ഷ്മി K, സജീന PM, വിമലകുമാരി A, വന്ദന U, D സവിത, കിരൺ കരിച്ചേരി, D അങ്കിത, SR ശ്രീരാജ്, CH ഉണ്ണിമായ, ശ്രീജി PV, E സീനത്ത് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നെല്ലിക്കട്ട PBM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിസ്മയിപ്പിക്കുന്ന റോബോട്ടിക് ഷോ നടന്നു. വിദ്യാനഗർ പോലീസ് സ്റ്റേഷന്റെയും PBM വിദ്യാലയത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന ലഹരിവിരുദ്ധ റോബോട്ടിക് ഷോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുള്ള കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. വിദ്യാസമ്പന്നമായ നമ്മുടെ സംസ്ഥാനത്ത് സംസ്കാര സമ്പന്നതയും ഭരണഘടനാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കണമെങ്കിൽ വിദ്യാർത്ഥി സമൂഹം ആശയമൂല്യങ്ങളോടെ പ്രവർത്തിക്കണം. ലഹരി മനുഷ്യനെ ഇഞ്ചിഞ്ചായി നശിപ്പിക്കുന്ന ക്യാൻസറാണ്. അത് ഇല്ലാതാക്കണമെങ്കിൽ വിദ്യാർത്ഥി സമൂഹം ഉൾപ്പെടെ നാം ഓരോരുത്തരും നാടിന്റെ നാശത്തിന് വിപത്തായ ലഹരിയെ തുടച്ചുമാറ്റണമെന്ന് അബ്ദുള്ള കുഞ്ഞി കുട്ടികളോട് പറഞ്ഞു. ഇബ്രാഹിം നെല്ലിക്കട്ട അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ
പുതുതായി ചാർജെടുത്ത PBM പ്രിൻസിപ്പൽ വിദ്യ PC സ്വാഗതം പറഞ്ഞു. നൂതന സാങ്കേതിക വിദ്യയിൽ ലയിച്ചു ചേർന്ന ഒരു ആധുനിക യുഗത്തിലാണ് നാം ജീവിക്കുന്നതെന്നും ലോകത്ത് മനുഷ്യനേക്കാൾ വെല്ലുന്ന പ്രവർത്തനങ്ങളാണ് മനുഷ്യനിർമ്മിതമായ റോബോട്ട് പ്രവർത്തിക്കുന്നതെന്നും സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന വിപത്തിനെ ഇല്ലാതാക്കണമെങ്കിൽ നാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. വിദ്യാനഗർ പോലീസ് സബ് ഇൻസ്പെക്ടർ വിജയൻ മേലത്ത് പരിപാടിയുടെ മുഖ്യാതിഥിയായിരുന്നു. റോബോട്ടിന്റെ സാധ്യതകളും ലഹരി എന്ന മഹാവിപത്തിനെക്കുറിച്ചും അദ്ദേഹം വാചാലനായി. മധുര ജീവിതം സഫലമാകണമെങ്കിൽ അകതാരിൽ നമ്മുടെ മനസ്സിൽ ദൃഢമായ ഒരു പ്രതിജ്ഞയുണ്ടാകണമെന്നും ലോകത്തിന്റെ വഴിവിളക്കാണ് നിങ്ങൾ വിദ്യാർത്ഥികളെന്നും ഇരുട്ടാക്കുന്ന ലഹരിയെ നിങ്ങൾ നിങ്ങളുടെ വെളിച്ചം കൊണ്ട് ഇല്ലാതാക്കണമെന്നും ഇൻസ്പെക്ടർ കുട്ടികളോട് പറഞ്ഞു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റോബോട്ടിക്കൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ നടന്നത് PBMന്റെ ചരിത്രത്തിലെ അഭിമാന നിമിഷമെന്ന് അഡ്മിനിസ്ട്രേറ്റർ മക്കാർ മാഷ് പറഞ്ഞു. സാങ്കേതിക വിദ്യയിൽ മുങ്ങിത്താഴുന്ന പുതിയ തലമുറയ്ക്ക് പുത്തൻ ഉണർവ് ഇതുമാത്രം ആകരുത്, ലഹരിയെ ഇല്ലാതാക്കാനുള്ള ആർജവവും നിങ്ങളിൽ ഉണ്ടാക്കണമെന്ന് മക്കാർ മാഷ് കൂട്ടിച്ചേർത്തു. PTA വൈസ് പ്രസിഡന്റ് സലാം സിർക്കള, ഹുസൈൻ ബേർക്ക, അൻഷിഫ അർഷാദ്, പുരുഷോത്തമൻ നായർ, രമ ടീച്ചർ, സുജാത ടീച്ചർ, പിങ്കളാക്ഷി ടീച്ചർ, ആയിഷ പൂവൽ എന്നിവർ ആശംസകൾ അറിയിച്ച ഈ പരിപാടിയിൽ JRC കോർഡിനേറ്റർ ജയരാജൻ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗൽപാടി മീഞ്ച ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ദേരമ്പള കോൺക്രീറ്റ് പാലം തകർന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുനർനിർമ്മാണ നടപടികൾ ആരംഭിക്കാത്തത് പ്രദേശവാസികളിൽ കടുത്ത പ്രതിഷേധത്തിനിടയാക്കുന്നു. പുനർനിർമ്മാണ നടപടികൾ ആരംഭിക്കാത്തത് ജനങ്ങളോടുള്ള കടുത്ത അനീതിയാണെന്ന് BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി പറഞ്ഞു. മീഞ്ച പഞ്ചായത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ദിവസേന ഈ പാലം ഉപയോഗിച്ചാണ് യാത്ര ചെയ്യുന്നത്. പാലം പ്രവർത്തനരഹിതമായതിനാൽ വെറും 600 മീറ്റർ ദൂരെയുള്ള ബസ് സ്റ്റോപ്പിലെത്താൻ പോലും കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ഇത് വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും പൊതുജനങ്ങൾക്കും വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാലം മുറിച്ചു കടക്കുന്നതിനിടെ സുഷ്മിത എന്ന യുവതി വെള്ളത്തിൽ വീണ് ഒഴുക്കിൽപ്പെട്ടിരുന്നു. പ്രദേശവാസിയായ ഉദയ് ഷെട്ടി സ്വന്തം ജീവൻ പണയം വെച്ചാണ് യുവതിയെ രക്ഷപ്പെടുത്തിയത്. അപകടത്തിൽ യുവതിയുടെ ബാഗിലുണ്ടായിരുന്ന സർട്ടിഫിക്കറ്റുകൾ, മൊബൈൽ ഫോൺ, ടാബ്ലറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള വിലപ്പെട്ട രേഖകളും ഉപകരണങ്ങളും ഒഴുക്കിൽപ്പെട്ട് നഷ്ടമായി. ഇത്തരം അപകടങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ ദേരമ്പള പാലം അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയതായി ML അശ്വിനി അറിയിച്ചു. ജനങ്ങളുടെ ജീവനും സുരക്ഷയും മുൻനിർത്തി ജില്ലാ ഭരണകൂടം അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. മീഞ്ച പഞ്ചായത്തിന്റെ ദേരമ്പള എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജിലാണ്. ഈ ദേരമ്പള ബ്രിഡ്ജ് പൈവളിക്കൽ പഞ്ചായത്തും മംഗൽപാടി പഞ്ചായത്തും പിന്നെ മീഞ്ച പഞ്ചായത്തും കണക്ട് ആവുന്ന ഒരു ബ്രിഡ്ജാണ്. അപ്പൊ ഇത് 4 വർഷം മുമ്പ് ഈ ബ്രിഡ്ജ് വീണതാണ്. അപ്പോൾ അതിന്റെ മുമ്പാകെ തന്നെ നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു, MLA കൊടുത്തിട്ടുണ്ടായിരുന്നു, അതേപോലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യങ്ങളും പോലും ആ 4 വർഷം മുതലും ഇന്ന് വരെ ഒന്നും കാര്യം നടന്നിട്ടില്ല. പിന്നെ ജനങ്ങൾ, ഇവിടുത്തെ നാട്ടുകാരാണ് ഇവിടെ ഒരു പാലം, ഈ കൗങ്ക് വെച്ചുകൊണ്ട് ഈ പാലം അങ്ങോട്ട് കടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു പാലം വെച്ചു. അപ്പൊ അത് ഇത്ര ഡേഞ്ചറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ, ഇവിടെ മഴ നല്ല ഒരു റെയിൻഫോൾ വന്നു കഴിഞ്ഞെങ്കിൽ ഇവിടുത്തെ വെള്ളത്തിന്റെ ഹൈ അത്രക്കാണ് വോള്യൂം വരുന്നത്. അപ്പൊ ഇന്നലെ ഇതേ സ്ഥലത്ത് ഒരു കുട്ടി അദ്ദേഹത്തിന്റെ സിസ്റ്റർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, കോളേജിന് വരുന്ന കുട്ടിയെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് അങ്ങോട്ട് പോയിട്ട് വരുന്ന സന്ദർഭത്തിലാണ് ആ കുട്ടിക്ക് വെള്ളത്തിന്റെ ഈ ഫോഴ്സ് നോക്കിയിട്ടായിട്ട് തലകറങ്ങിനായിട്ട് ആ പെണ്ണുങ്ങൾ താഴേക്ക് വീണുപോയി. അപ്പൊ ആ സന്ദർഭത്തിൽ ഇവിടെ ഈ വെള്ളം നോക്കാൻ വന്നിട്ടുണ്ടായ ഉദയ്കുമാർ ഷെട്ടി എന്ന് പറയുന്ന ഒരു ആണുങ്ങൾ അപ്പൊ തന്നെ ആ വെള്ളത്തിന് ചാടി അങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ജീവൻ ഡേഞ്ചേഴ്സ് ആയിട്ടുള്ള സ്ഥിതിയിലാണ് ഇവിടെ എപ്പോഴും ഡെയിലി ഒരു 50 അധിക സ്റ്റുഡൻസുകളാണ് ഈ ഭാഗത്ത് നിന്ന് കടന്നുകൊണ്ട് ആ ഭാഗത്ത് പോകുന്നത്. എത്രയോ സ്ത്രീമാരും പുരുഷന്മാരും ജോലിക്ക് വേണ്ടിയിട്ട് ഈ ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്ത് പോകുന്നതും, അതേപോലെ എത്രയോ വയസ്സന്മാരായിട്ടുള്ള ആളുകൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മളെ ഈ ജീവിതത്തിന് വിലയില്ലേ? അപ്പോൾ എന്താണ് ഈ ജനപ്രതിനിധികൾ ചെയ്യുന്നത്? ജനപ്രതിനിധികൾ ഇലക്ഷൻ വരുമ്പോൾ ഇവിടെ വെറും വീഡിയോസ് ഉണ്ടാക്കും, അതേപോലെ ഇത് ചെയ്യുമെന്ന് വാഗ്ദാനം കൊടുത്തിട്ട് പോകും. ജയിച്ച ശേഷം ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കാത്ത ജനപ്രതിനിധികളാണ് ഇവിടുത്തെ MLA പിന്നെ MP മാർ. അപ്പോൾ ഈ MLA ഫണ്ടിലും പിന്നെ MP ഫണ്ടിലാണ് ഇത് ആക്ച്വലി വരേണ്ടത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ സംഭവം നടന്നിട്ടും പോലും MLA തിരിഞ്ഞു നോക്കാത്തതെന്ന് നമുക്ക് അതിശയമായിട്ട് പോകുന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പഞ്ചായത്തിന്റെ ഈ വാർഡിന്റെ മെമ്പറും അതേപോലെ ഈ ബ്ലോക്കിന്റെ മെമ്പറും അതേപോലെ ഇവിടെ ഉള്ള പഞ്ചായത്തിന്റെ നവീന്
കൂടി ഞങ്ങൾ 4 ആളും ഞങ്ങൾ ഡിസ്ട്രിക്ട് കളക്ടറെ കണ്ടിട്ട് ഈ വിഷയങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. എത്രയോ പെട്ടെന്ന് ഇതൊരു ഇവിടെ ഒരു നല്ല ആയിട്ടുള്ള ബ്രിഡ്ജ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഡിസ്ട്രിക്ട് കളക്ടർ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ എസ്റ്റിമേഷൻ എടുക്കുക, അപ്പോൾ ഏത് ഫണ്ടിലാണ് ഈ ഒരു ബ്രിഡ്ജ് വരാൻ സാധിക്കും എന്ന് ഞാൻ നോക്കിക്കൊണ്ട് പിന്നെ കാര്യങ്ങൾ നമുക്ക് എത്ര പെട്ടെന്ന് ചെയ്തു കൊടുക്കുക എന്നാണ് ഒരു വിശ്വാസം നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ വിശ്വാസം നൽകിയ DC-നോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇത്രയും ആൾക്കാരുടെ ജീവൻ രക്ഷണം നിങ്ങളെ കയ്യിലാണുള്ളത്. അപ്പോൾ എത്രയോ പെട്ടെന്ന് ഇവിടെ ഒരു പാലം വരട്ടെ എന്ന് ഞാൻ ആവശ്യപ്പെടുന്നതാണ്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജ്യോതി പി റൈ, മീഞ്ച പഞ്ചായത്ത് അംഗം ശാലിനി ബി ഷെട്ടി, മുൻ പഞ്ചായത്ത് അംഗം വിനോദ് ജി, BJP ജില്ലാ കമ്മിറ്റി അംഗം പത്മനാഭ റൈ, മുതിർന്ന പ്രവർത്തകരായ ഉദയകുമാർ, രത്നാകർ ഷെട്ടി, സംഗപ്പ ആൽവ, ദേവദാസ് എന്നിവർ MLA അശ്വിനിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. SSCWA തുരുത്തി ഈസ്റ്റ് യൂണിറ്റ് സമ്മേളനം നടന്നു. ജില്ലാ സെക്രട്ടറി N കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങൾക്ക് കോവിഡ് കാലത്ത് നിർത്തലാക്കിയ റെയിൽവേ കൺസെഷൻ പുനഃസ്ഥാപിക്കണമെന്നതടക്കമുള്ള വിവിധ പ്രമേയങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. വയോജനങ്ങളുടെ ആശാകേന്ദ്രം വയോജനങ്ങൾക്ക് കോവിഡ് കാലത്ത് നിർത്തലാക്കിയ റെയിൽവേ കൺസെഷൻ പുനഃസ്ഥാപിക്കണമെന്നും വാർദ്ധക്യകാല പെൻഷൻ 5000 രൂപയാക്കണമെന്നും വയോമിത്രം പരിപാടി നടപ്പിലാക്കണമെന്നും സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ തുരുത്തി ഈസ്റ്റ് യൂണിറ്റ് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി N കുഞ്ഞികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതിവേഗം വികസിച്ചു വരുന്ന പട്ടണങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിനകത്ത് വയോജനങ്ങൾ പ്രത്യേകിച്ച് ഒരു അണുകുടുംബ വ്യവസ്ഥയിൽ വളരെയേറെ വിഷമങ്ങൾ അനുഭവിക്കുന്നു. അപ്പോൾ ആ വിഷമങ്ങൾക്കൊക്കെ പരിഹാരം കാണാനും അവരുടെ ജീവിതം ഉല്ലാസപ്രദമാക്കാനും ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് നമ്മുടെ സംഘടന പ്രവർത്തനം. ദേവദാസൻ അധ്യക്ഷത വഹിച്ചു. K കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. യോഗത്തിൽ പൂരക്കളി അവാർഡ് ജേതാക്കളെ അനുമോദിച്ചു. മേഖലാ സെക്രട്ടറി V രവീന്ദ്രൻ, എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്നിവർ അനുമോദന പ്രസംഗം നടത്തി. അവാർഡ് ജേതാക്കൾ അനുമോദനത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. പുതിയ വർഷത്തെ ഭാരവാഹികളായി TP രാഘവനെ സെക്രട്ടറിയായും K തമ്പായിയെ പ്രസിഡന്റുമായും 21-അംഗ കമ്മിറ്റി നിലവിൽ വന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട പ്രിയ ഗായിക S ജാനകിയമ്മയ്ക്ക് ആദരമർപ്പിച്ച് തടിയൻകോവൽ കൈരളി ഗ്രന്ഥാലയത്തിൽ സംഗീത സ്മരണ നടത്തി. ജാനകിയമ്മ അനശ്വരമാക്കിയ ഗാനങ്ങൾ വിവിധ ഗായകർ വേദിയിൽ ആലപിച്ചു. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വിവിധ ഭാഷകളിലായി 48,000-ൽ പരം ഗാനങ്ങൾ ആലപിച്ച ജാനകിയമ്മയ്ക്ക് തടിയൻകോവൽ കൈരളി ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ അനുസ്മരണ ചടങ്ങ് സംഗീതാർച്ചനയായി മാറി. സംഗീതജ്ഞയും അധ്യാപികയുമായ P സുനന്ദ ഗാനമാലപിച്ച് അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതനയിലെ സംഗീത അധ്യാപകനായിരുന്നു. അപ്പോൾ മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ ഒരു മ്യൂസിക്കിൻ്റെ ഒരു ലോവർ ഗ്രേഡ് എക്സാം എന്നെ കൊണ്ട് 10ാം ക്ലാസ് പഠിക്കാൻ, അതിന് പ്രായപരിധിയില്ല, ചെറുതിലേ എഴുതാം. അപ്പം അങ്ങനെ ആ പരീക്ഷ എഴുതാൻ മാത്രമുള്ള ഒരു പഠനം നടത്തി എന്ന നിലയിൽ എൻ്റെ ഗുരുനാഥൻ എന്നെയും കൂട്ടി കോയമ്പത്തൂരിലേക്ക്, സെൻറ്റർ അവിടെയാണ്, അപ്പോൾ പോവുകയാണ്. ആ സമയത്ത് ട്രെയിനിൽ വെച്ച് എറണാകുളത്ത് മങ്ങാട് നടേശൻ എന്ന് പറയുന്ന അതിഗംഭീരമായ ഒരു സംഗീതജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ശിഷ്യകളായി ഒരു പറ്റം പെൺകുട്ടികളും കൂടി ഞാൻ പോകുന്ന ട്രെയിനിൽ കയറുകയാണ്. ആ കമ്പാർട്ട്മെൻറ്റിൽ വെച്ച് മൈനാകം കടലിൽ നിന്നുയരുന്നുവോ ശിശിരങ്ങൾ തിരയുന്നുവോ. ആ പാട്ട് സിനിമ കണ്ടതാണ്, ആ പാട്ടും കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ജാനകി അമ്മയാണ് പാടിയത് എന്നുള്ളത് ആ ഒരു ദിവസമാണ് ഞാൻ ഐഡന്റിഫൈ ചെയ്തത്. ഗ്രന്ഥാലയം പ്രസിഡന്റ് PV കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം PV കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. ചാനൽ താരങ്ങളായ KS രേഷ്മ, മേഘ തമ്പാൻ, ഗായികമാരായ ഭാർഗവി പുലിക്കോട്, മഞ്ജുഷ ഉദിനൂർ, ആതിര വിനോദ് എന്നിവർ കാലമേറ്റുപാടുന്ന 10,000-കണക്കിന് സുന്ദര ഗാനങ്ങൾ ലോകത്തിന് സമ്മാനിച്ച
പ്രിയ ഗായിക എസ് ജാനകിയുടെ പഴയതും പുതിയതുമായ ഗാനങ്ങൾ ആലപിച്ചു. ഗ്രന്ഥാലയം സെക്രട്ടറി എ ബാബുരാജ്, മനീഷ തിയേറ്റേഴ്സ് പ്രസിഡന്റ് VM നാരായണൻ, VM വിനോദ് എന്നിവർ സംസാരിച്ചു. പടന്ന ഗ്രാമപഞ്ചായത്ത് അംഗം KP രമേശൻ ഗാനാലാപനം നടത്തിയവർക്ക് ഉപഹാരം നൽകി. ട്രാക്ക് ഗാനമേളയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സ്ത്രീശക്തി ലോട്ടറിയുടെ ഒന്നാം സമ്മാനം വീണ്ടും കണ്ണൂരിലേക്ക്. പയ്യൻ ലോട്ടറിയുടെ സബ് ഏജന്റായ ഹൊസങ്കടിയിലെ അമ്മ ലോട്ടറി ഏജൻസി വഴി വിറ്റ ടിക്കറ്റിനാണ് 1 കോടി രൂപ സമ്മാനം ലഭിച്ചത്. ഈ ഏജൻസിയിലൂടെ വിറ്റ ടിക്കറ്റുകൾക്ക് ഇത് 4ാം തവണയാണ് ഒന്നാം സമ്മാനം ലഭിക്കുന്നത്. ജൂലൈ 21 നറുക്കെടുത്ത സ്ത്രീശക്തി ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ 1 കോടി രൂപ കണ്ണൂർ ജില്ലയിലെ പയ്യൻ ലോട്ടറി ഏജൻസിയിലൂടെ വിറ്റ ടിക്കറ്റിന് ലഭിച്ചു. SZ 204699 എന്ന നമ്പറിലുള്ള ടിക്കറ്റിനാണ് ഭാഗ്യം തുണച്ചത്. ഈ ടിക്കറ്റ് പയ്യൻ ലോട്ടറിയുടെ സബ് ഏജന്റായ ഹൊസങ്കടിയിലെ അമ്മ ലോട്ടറി ഏജൻസി വഴിയാണ് വിറ്റഴിച്ചത്. തുടർന്ന് ടിക്കറ്റ് അർസു ലോട്ടറി മജീദ് പള്ളം എന്ന വിൽപ്പനക്കാരന് കൈമാറുകയും ചെയ്തു. അവിടെ നിന്നാണ് ഭാഗ്യശാലിയുടെ കൈകളിലെത്തിയത്. ചുരുങ്ങിയ ഇടവേളക്കുള്ളിലാണ് കോടിയുടെ ഭാഗ്യം വീണ്ടും പയ്യൻ ലോട്ടറിയെ തേടിയെത്തിയത്. ഹൊസങ്കടിയിലെ അമ്മ ലോട്ടറി ഏജൻസിയിലൂടെ വിറ്റ ടിക്കറ്റുകൾക്ക് ഇതുവരെ 4 തവണ ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ടെന്ന് ഏജന്റ് പ്രവീൺ കുമാർ രാജു പറഞ്ഞു. ഇതിനു മുമ്പും ഇവിടെ നിന്ന് ടിക്കറ്റ് വാങ്ങിയ നിരവധി പേർക്ക് ഒന്നാം സമ്മാനം ലഭിച്ചതോടെ ഭാഗ്യകൂടാരം എന്ന പേരും അമ്മ ലോട്ടറി ഏജൻസി സ്വന്തമാക്കി. കോടിയുടെ ഭാഗ്യം തേടിയെത്തിയതോടെ അമ്മ ലോട്ടറി ഏജൻസി ആഹ്ലാദ നിറവിലാണ്. ഭാഗ്യ ടിക്കറ്റ് വിറ്റ വിൽപ്പനക്കാരനും തികഞ്ഞ സന്തോഷത്തിലാണ്. ഇത് ഇന്ന് അറസ് ലോട്ടറി സുൽക്കത്ത മജിരിപ്പള്ളയിൽ ഫസ്റ്റ് പോയി അടിച്ചിട്ടുണ്ട്. അത് ടിക്കറ്റ് കൊണ്ടുവന്നത് കണ്ണൂർ പയ്യൻ ലോട്ടറിയിൽ നിന്ന് ദ്വാരക്കാമെന്ന് വെച്ച് അയാളിൽ നിന്ന് കൊണ്ടുവന്ന ടിക്കറ്റാണ്. ഞങ്ങൾ അമ്മ ലോട്ടറിയിൽ നിന്ന് നമ്മൾ സബ് ഏജൻസി നമ്മളെ അറസ് ലോട്ടറി മജിരിപ്പള്ള അവിടെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇതിൻ്റെ മുമ്പ് 5 ലക്ഷം അതേ ഏജൻസി വന്നിട്ടുണ്ട്. പിന്നെ ചെറിയ സമ്മാനങ്ങൾ 60,000 വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള NGO അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഭരണകൂട ഭീകരതയ്ക്കും ജനാധിപത്യ മത്സരങ്ങൾക്കുമെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു. കാസർഗോഡ് കളക്ട്രേറ്റിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കേരള NGO അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഭരണകൂട ഭീകരതയ്ക്കും ജനാധിപത്യ ധ്വംസനങ്ങൾക്കുമെതിരെ കാസർഗോഡ് കളക്ട്രേറ്റിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കേരള NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സുരേഷ് പെരിയങ്ങാനം പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ രീതിയിൽ സമാധാനപരമായി സമരം നടത്തുകയായിരുന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും നേതാക്കളെയും ക്രൂരമായി മർദ്ദിച്ചത് അപലപനീയമാണെന്നും ഇത്തരം ജനാധിപത്യ ധ്വംസനങ്ങൾ അവസാനിപ്പിക്കണമെന്നും സുരേഷ് പെരിയങ്ങാനം ആവശ്യപ്പെട്ടു. പുതിയ തലമുറയ്ക്ക് ഭാവിയിലേക്കുള്ള വാതിലുകളാണ് എല്ലാ നിർണായക പരീക്ഷകളെന്നും ആ പരീക്ഷകളുടെ നടത്തിപ്പിലെ കള്ളക്കളികൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ കണ്ണീരിലാഴ്ത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ നേതാവ് Z കാറ്റഗറിയുള്ള ഒരു നേതാവാണ്. ഒരു ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടുത്തുന്ന തലമുറയുടെ പിന്മുറക്കാരനാണ്. അതൊന്നും വകവെക്കാതെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ വലിച്ചിഴച്ച് പ്രിയങ്ക ഗാന്ധിയുടെ ഒരു വനിതാ പോലീസ് പോലും ഇല്ലാതെ പ്രിയങ്ക ഗാന്ധിയുടെ തോളിലെടുത്ത് പോലീസ് വണ്ടി കയറ്റുന്നു. ഇതെന്താ, ഇത് ജനാധിപത്യമല്ലേ? ഇങ്ങനെ നരേന്ദ്രമോദി സർക്കാർ ഒരു ഫാസിസ്റ്റ് ഭരണകൂടമായി മാറിയിരിക്കുകയാണ്. ഇവിടെ സമരം നടത്താൻ അനുവാദമില്ല, അത് അടിച്ചമർത്തുന്നു. അങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാർ, കോൺഗ്രസ് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത രാഷ്ട്രീയ കക്ഷിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് ഒരു അടിച്ചമർത്തലൂടെ ഇവിടെ നശിക്കാൻ വേണ്ടി പോകുന്നില്ല. പൂർവാധികം ശക്തിയോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇനി തിരിച്ചു വരാൻ എല്ലാ സാധ്യതയുമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ എല്ലാം കേരളത്തിലെ ജനങ്ങളെ അടിച്ചമർത്തി മുമ്പോട്ട് പോയപ്പോൾ ഒരു ഇലക്ഷൻ വന്നു, തിരിച്ച് UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. അതുപോലെ നരേന്ദ്രമോദിയുടെ സർക്കാരെ അതിശക്തമായി എതിർത്ത യുവാക്കൾ, ആ യുവാക്കളുടെ വോട്ട് മാത്രം മതി വീണ്ടും നരേന്ദ്രമോദി സർക്കാരിനെ പുറത്താക്കാൻ. ഒരു സംശയമില്ല. അങ്ങനെ ഈ അടിച്ചമർത്തൽ മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് ഇന്ത്യയിൽ ഭാരതത്തിൽ എല്ലാ സംസ്ഥാനങ്ങളും നടന്നു വരുന്നത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AT ശശി അധ്യക്ഷത വഹിച്ചു.
സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KC സുജിത് കുമാർ, വത്സല കൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ലോകേഷ് MP ആചാർ, ജയപ്രകാശ് ആചാര്യ, ജില്ലാ സെക്രട്ടറി VTP രാജേഷ്, ഗിരീഷ് ആനപ്പെട്ടി, M മാധവൻ നമ്പ്യാർ, പ്രവീൺ വരയില്ലം, വിജയകുമാരൻ നായർ, സഞ്ജീവൻ അച്ചാന്തുരുത്തി, ശ്രീനിമോൻ കാഞ്ഞങ്ങാട്, നവനീത് കൃഷ്ണൻ, PP ബാബുരാജ്, ജഗദീശൻ നായർ, റോയി ശമ്മണ്ട, രാജേഷ് കമ്പല്ലൂർ, രഘു ഇരിയണ്ണി, രതീഷ് ബന്തെടുക്ക, റിജിത്ത് ഹോസ്തൂർക്ക്, അശോകൻ പള്ളിയത്ത, ഷെഫീഖ് തൃക്കരിപ്പൂർ, ഷജിൽ പിണറായി, ജയരാജ് പെരിയ, ഗിരിജ മാപ്പിടിച്ചേരി, ജയൻ OD, ഹരീഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. KGOF ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹാരിസ് VM ഉദ്ഘാടനം ചെയ്തു. അട്ടിമറിപ്പണി ചെയ്യുന്നവരെ UDF-ൻ സർക്കാരെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കൂ സർക്കാരെ സമരസമിതി സിന്ദാബാദ്, ജില്ലാ മാർച്ച് സിന്ദാബാദ്, ജില്ലാ മാർച്ച് സിന്ദാബാദ്, ജില്ലാ മാർച്ച് സിന്ദാബാദ്, ജില്ലാ മാർച്ച് സിന്ദാബാദ്, സിന്ദാബാദ്. 5 വർഷ തത്വം പാലിച്ച് 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ നടപ്പിലാക്കുക. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക. വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കുന്ന PM ശ്രീ പദ്ധതി പിൻവലിക്കുക. മാനദണ്ഡ വിരുദ്ധ സ്ഥലം മാറ്റങ്ങൾ റദ്ദു ചെയ്യുക. ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക. ലീവ് സറണ്ടർ മരവിപ്പിച്ച നടപടി പിൻവലിക്കുക. മെഡിസെപ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക. സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സംസ്ഥാന നയങ്ങൾ തിരുത്തുക. ഫെഡറലിസവും മതനിരപേക്ഷതയും സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലാ കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ VM ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. സിവിൽ സർവീസിന് എതിരായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തികളാണ് UDF അധികാരത്തിൽ ഭരിക്കുമ്പോഴൊക്കെ സംഭവിച്ചത്. ആ 2002 വീണ്ടും ആവർത്തിക്കുമോ? ഒരുപക്ഷെ എനിക്ക് അന്ന് 2002 സമരത്തിൽ പങ്കെടുത്തവർ വളരെ കുറച്ചുപേരെ ഇന്നിപ്പോ ഇതിനകത്ത് കാണുള്ളൂ. കാരണം അതിനുശേഷം സർവീസിൽ വന്ന നിരവധി ആളുകളാണ് ഇപ്പോൾ എനിക്ക് ഒറ്റനോട്ടത്തിൽ കാണാൻ കഴിയുന്നത് അത്തരത്തിലുള്ള ആളുകളാണ്. വളരെ ക്ലിയർ ആയിട്ടുള്ള 2002 സർവീസുള്ള ആളുകൾ അന്നത്തെ ആ 32 ദിവസത്തെ പണിമുടക്കിൽ പങ്കെടുത്തവരാണ്. അന്ന് ആ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെന്റ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി കൊണ്ടുവരണമെന്ന് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ കേരള സർക്കാർ അത്തരത്തിലൊരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് 2002 അന്ന് ജീവനക്കാരുടെ ശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്കന്ന് ഈ കടുത്ത ഉത്തരവ് മരവിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഈ ഇരിക്കുന്ന ജീവനക്കാരിൽ പങ്കാളിത്ത പെൻഷന്റെ പരിധിയിൽ വരുന്ന ഒട്ടനവധി ജീവനക്കാർ പിന്നെ 2013 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ ഒരു നയം കൊണ്ടുവന്നത്. അപ്പൊ 2002 മുതൽ 2013 വരെ ഈ ഒരു നയം മാറ്റിവെക്കാൻ നമ്മുടെ അന്നത്തെ പ്രക്ഷോഭത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. സമരസമിതി ചെയർമാൻ സുനിൽകുമാർ കരിച്ചേരി അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ സർവീസ് സംഘടനകളും അധ്യാപക സംഘടനകളും ഒക്കെ പലപ്പോഴും അവരുടെ അവകാശങ്ങൾ മറന്നുപോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കി നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളായി പലപ്പോഴും സർവീസ് സംഘടനകളും അധ്യാപക സംഘടനകളും ഒക്കെ തരം താഴ്ന്നു പോകുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് കഴിഞ്ഞ 10 വർഷക്കാലമായി സമരത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അത്തരക്കാർ ഇപ്പോൾ സമരരംഗത്തേക്ക് വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. AKSTU സംസ്ഥാന സെക്രട്ടറി K പത്മനാഭൻ, സമരസമിതി കൺവീനർ CK ബിജുരാജ്, KGOF സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ E ചന്ദ്രബാബു, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം NP സലീം, ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി SN പ്രമോദ്,
പ്രസിഡന്റ് ജി സുരേഷ് ബാബു, AKSTU സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വിനയൻ കല്ലത്ത്, ജില്ലാ സെക്രട്ടറി TA അജയകുമാർ, പ്രസിഡന്റ് രാജേഷ് ഓൾനടിയൻ, സന്തോഷ് കുമാർ ചാലിൽ, KGOF ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ വിശ്വലക്ഷ്മി എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. വിദ്യാനഗറിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് പ്രസാദ് കരുവളം, A സജയൻ, MT രാജീവൻ, K വിനോദ് കുമാർ, K പ്രീത, A ആമിന, AK ദിനേശ് കുമാർ, AV ശശിധരൻ, രഞ്ജീഷ്, T റിജേഷ്, വിനോജ് വിശ്വൻ, P സുഗുണൻ, P വിനിഷ, സുരേഷ് കുറ്റിപ്പുറത്ത്, E മനോജ് കുമാർ, സുജിത് ഉണ്ണിത്താൻ, KT രമേശൻ, വേണുഗോപാലൻ, M വിശ്വംഭരൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹോട്ടലുകളിലെ ശുചിത്വം പരിശോധിച്ച് പോരായ്മകൾ ഹോട്ടലുടമകൾക്ക് ബോധ്യപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി രൂപം കൊടുത്ത ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റി പ്രവർത്തനം തൃക്കരിപ്പൂരിലും തുടങ്ങി. തൃക്കരിപ്പൂർ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് G ജയപാൽ ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ പരിപാലനം മുഖ്യമായി ലക്ഷ്യമിട്ട് സംഘടന വിവിധ ജില്ലകളിൽ നടപ്പാക്കി വിജയിച്ച ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റി പ്രവർത്തനം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൃക്കരിപ്പൂർ യൂണിറ്റ് പരിധിയിലും തുടക്കമിട്ടു. 16 വർഷം മുമ്പാണ് ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന ആശയം അസോസിയേഷൻ നടപ്പാക്കിയത്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനിലെ അംഗസ്ഥാപനങ്ങളിലാണ് ശുചിത്വ അവബോധം ലക്ഷ്യമിട്ട് പദ്ധതി നടപ്പാക്കിയത്. തൃക്കരിപ്പൂർ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് G ജയപാൽ ഉദ്ഘാടനം ചെയ്തു. ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഹൈജീനാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. ഇപ്പൊ ഹോട്ടലിൽ ചെല്ലുമ്പോൾ അവര് നിയമാനുസൃതമാണോ അവിടെ സപ്ലൈ ചെയ്യുന്നത്, എന്തെല്ലാം സ്വീകരിക്കുന്നുണ്ട്, തൊപ്പി ധരിക്കുന്നുണ്ട്, ഭക്ഷണ സാധനങ്ങൾ മൂടി വെക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ടോയ്ലറ്റ് പോലുള്ള ഭാഗങ്ങളൊക്കെ വൃത്തിയുള്ളതാണോ, സ്റ്റോർ റൂം വൃത്തിയുള്ളതാണോ, അതുപോലെ തന്നെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും വാങ്ങിച്ചിട്ടുണ്ടോ, വെള്ളം പരിശോധിച്ചിട്ടുണ്ടോ നിയമാനുസൃതമായിട്ട്. ഇങ്ങനെ ഉദ്യോഗസ്ഥർ, അതായത് ഹെൽത്ത് ഉദ്യോഗസ്ഥരോ ഒരു FSSO ഉദ്യോഗസ്ഥരോ ഒരു സ്ഥാപനത്തെ കയറി പരിശോധിച്ച് എന്തെല്ലാമാണ് അവർ നോക്കി കണ്ട് പരിശോധിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അത് വ്യക്തമായിട്ട് ഹോട്ടൽ അസോസിയേഷന്റെ സ്കോർ കയറി പരിശോധിക്കുകയും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. അവരെ ഒരു നല്ല രീതിയിലുള്ള ഹൈജീൻ സ്ഥാപനമാക്കി വളർത്തുവാൻ, ഹൈജീൻ ഉള്ളൊരു സ്ഥാപനമാക്കി വളർത്തുവാനും നല്ലൊരു ഭക്ഷണ സംസ്കാരം സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഹൈജീൻ മോണിറ്ററിംഗ് സ്ക്വാഡുകൾ 14 ജില്ലകളിലും അതിനോടനുബന്ധിച്ച് വിവിധ യൂണിറ്റുകളിൽ രൂപീകരിച്ചിട്ടുള്ളത്. എനിക്ക് തൃക്കരിപ്പൂർ ഇവിടുത്തെ യൂണിറ്റിലെ അംഗങ്ങളോട് പറയാനുള്ളത്, നാം ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതും സത്യസന്ധവും നിയമാനുസൃതവും സംഘടന നിർദ്ദേശിക്കുന്ന രീതിയിലുമായിരിക്കണം എന്ന് മാത്രമാണ്. റെസ്റ്റോറന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് മനോജ് കുമാർ നീരീടിൽ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അസീസ് മൂസ, സംസ്ഥാന സെക്രട്ടറിമാരായ K മനോഹരൻ, ഷിനോജ് റഹ്മാൻ, ജില്ലാ പ്രസിഡന്റ് രഘുവീർ പൈ, സെക്രട്ടറി ബിജു മുണ്ടപ്പുഴ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് CH അബ്ദുൾ റഹീം, AG നൂറുൽ അമീൻ, റെസ്റ്റോറന്റ് അസോസിയേഷൻ യൂണിറ്റ് സെക്രട്ടറി വിജയൻ തൃക്കരിപ്പൂർ, PV പ്രകാശൻ, P വിജയൻ, M പവിത്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ കോൺഗ്രസ് ദേശീയ നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയെ പോലീസ് മർദ്ദിച്ച് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നിരവധി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പന്തംകൊളുത്തി പ്രകടനത്തിൽ പങ്കെടുത്തു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വലിച്ചിഴച്ച് മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്ത നരേന്ദ്രമോദി സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തിയത്. കനത്ത മഴയെ കൂസാതെ ടൗണിൽ നടന്ന പ്രകടനത്തിന് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, ജനറൽ സെക്രട്ടറി P കുഞ്ഞിക്കണ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ, മണ്ഡലം പ്രസിഡന്റ് VM ശ്രീധരൻ, ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി C രവി, KV മുകുന്ദൻ, M രജീഷ് ബാബു, K ശ്രീധരൻ മാസ്റ്റർ, KP ദിനേശൻ, K പത്മനാഭൻ, KP ജയദേവൻ, KMC ഇബ്രാഹിം, M രാഘവൻ മാസ്റ്റർ, അജിത്ത് തൈക്കീൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. CPIM പുല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VS അച്യുതാനന്ദൻ അനുസ്മരണം നടന്നു. പുല്ലൂർ AKG ഗ്രന്ഥാലയ പരിസരത്ത് നടന്ന അനുസ്മരണ പൊതുയോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാനുമായ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. CPIM പുല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രിയും CPIM സ്ഥാപക നേതാവുമായ
VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി പുല്ലൂർ AKG ഗ്രന്ഥാലയ പരിസരത്ത് അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാനുമായ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിനകത്ത് ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർന്നു വരാൻ ഉണ്ടായ സാഹചര്യം ഉണ്ടാക്കിയതിൽ മുഖ്യ പങ്ക് വഹിച്ച നേതാക്കളിൽ ഒരാളാണ് കേരളം. കണ്ണേ കരളെ VS ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവി. മറ്റൊരു നേതാവിനും കിട്ടാത്ത അംഗീകാരമാണ് ആ മുദ്രാവാക്യത്തിൽ നമ്മൾ കേട്ടത്. കേരളം മുഴുക്ക വിളിച്ച മുദ്രാവാക്യമായിരുന്നു. ഒരു കാലത്ത് സർസിറ്റിയുടെ ആഹ്വാനം 10-12 പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട്. ആ പിള്ളേരെന്ന് പറയുന്നത് അപകടകാരികളായ പിള്ളേരാണ്. അതിലൊരു അച്യുതാനന്ദൻ എന്നൊരു പേരുള്ള ഒരു പയ്യനുണ്ട്. ആ പയ്യന് നിലക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളാണ് എന്ന് സർസിറ്റിയുടെ പട്ടാളം തന്നെ അറിയിച്ച കാലം. സർസിറ്റിയും പട്ടാളവും അപകടകാരി എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ കേരളത്തിന്റെ കണ്ണായതെങ്ങനെ, കേരളത്തിന്റെ കാവലെങ്ങനെ, നമ്മുടെ നെഞ്ഞിലെ റോസാപ്പൂവെങ്ങനെ എന്ന് 8 പതിറ്റാണ്ടുകളേറെക്കാലത്തെ രാഷ്ട്രീയ ജീവിതം മുൻ ലോക്കൽ സെക്രട്ടറി V നാരായണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം സുനു ഗംഗാധരൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാടിക്കാൽ നാരായണൻ, P കുഞ്ഞിക്കേളു എന്നിവർ സംസാരിച്ചു. ലോക്കൽ സെക്രട്ടറി T ബിന്ദു സ്വാഗതം പറഞ്ഞു. അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി ലോക്കൽ കമ്മിറ്റിയിലെ മുഴുവൻ ബ്രാഞ്ചുകളിലും പതാക ഉയർത്തി. പ്രഭാതപേരിയും നടന്നു. അനുസ്മരണ പൊതുയോഗത്തിന് മുൻപായി പാർട്ടി മെമ്പർക്കായി നടത്തിയ പഠന ക്ലാസ്സിൽ ദേശാഭിമാനി ലേഖകൻ MO വർഗീസ് ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. KHRA സംസ്ഥാന പ്രസിഡന്റ് G ജയപാൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് ഓഫീസ് പുതിയകോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് G ജയപാൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. അത് നമുക്ക് എപ്പോഴും പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്, സംഘടനാപരമായ കാര്യങ്ങളൊക്കെ. അതൊന്നും സംസാരിക്കേണ്ട ഒരു രീതിയല്ല. ഒന്നാമത്തെ സമയം കഴിഞ്ഞു. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, സൗഹൃദത്തിലൂടെ സംഘടനയെ വളർത്തുക എന്ന ഒരു സ്ലോഗനുള്ള ഒരേ ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. ജാതിമത ചിന്തകളില്ലാതെ, രാഷ്ട്രീയ ചിന്തകളില്ലാതെ എല്ലാവരും സ്നേഹത്തിലും നന്മയിലും വിശ്വസിച്ചുകൊണ്ട് ഒരുമിച്ച് പോകുന്ന വലിയൊരു കൂട്ടായ്മയാണ് കേരളത്തിലെ KHRA എന്ന് പറയുന്ന ആ മഹത് പ്രസ്ഥാനം. അതിന് അതിൻ്റെതായ മാനം കൊടുത്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഇന്ന് സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു ജില്ലയാക്കി നമ്മുടെ കാസർഗോഡിനെ മാറ്റാൻ ബിജു അടക്കം നിങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചു എന്നുള്ളതിന് സംസ്ഥാന കമ്മിറ്റി പ്രത്യേകം നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. അത് നമ്മൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും വേണം. വിലക്കയറ്റവും കനത്ത നികുതി ഭാരവും ഉൾപ്പെടെ ഹോട്ടൽ റെസ്റ്റോറന്റ്സ് മേഖല കടുത്ത പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ വ്യാപാരികളുടെ അവകാശ സംരക്ഷണത്തിനും കൂട്ടായ്മയ്ക്കും ഇത്തരം ആധുനിക സജ്ജീകരണങ്ങളുള്ള ഓഫീസുകൾ വലിയ കരുത്താകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് C ശിശുപാലൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജില്ലാ മേഖലാ ഭാരവാഹികളായ ബിജു ചുള്ളിക്കര, മുഹമ്മദ് ഗസാലി, രാജൻ കുളക്കര, പ്രകാശൻ പരിപ്പുവട, AV അജേഷ്, സത്യനാഥ് ഇരിയണ്ണി, അസീസ് മൂസ, ഷിനോജ് റഹ്മാൻ, TJ മനോഹരൻ, രഘുവീർ പൈ, OT ജെയ്സൺ എന്നിവർ സംസാരിച്ചു. യൂണിറ്റിന്റെ വളർച്ചയ്ക്കും ഭാവി പ്രവർത്തനങ്ങൾക്കും കൂടുതൽ കരുത്തു പകരുന്ന രീതിയിലാണ് പുതിയ ഓഫീസ് ക്രമീകരിച്ചിരിക്കുന്നത്. ഭാരവാഹികൾക്കും കമ്മിറ്റി അംഗങ്ങൾക്കും ഒത്തുചേരാനുള്ള വിപുലമായ മീറ്റിംഗ് ഹാൾ സൗകര്യവും പുതിയ ഓഫീസിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇനി മുതൽ അസോസിയേഷന്റെ ഔദ്യോഗിക യോഗങ്ങളും മറ്റ് അനുബന്ധ പരിപാടികളും കേന്ദ്ര ഓഫീസിൽ വെച്ച് തന്നെയായിരിക്കും നടക്കുക. ചടങ്ങിൽ ജനറൽ സെക്രട്ടറി M ഗംഗാധരൻ സ്വാഗതവും ഹമീദ് കൂളിയങ്കാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധ സമരം നടത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ കേന്ദ്രസേനയും ഡൽഹി പോലീസും അതിക്രമം നടത്തിയെന്നാരോപിച്ച് കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരം മുതൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. രാഹുൽ ഗാന്ധിക്കും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കുമെതിരായ അക്രമത്തിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട്ട് കോൺഗ്രസ് റോഡ് ഉപരോധിച്ചു. പുതിയകോട്ട ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ സംസ്ഥാന പാതയാണ് ഉപരോധിച്ചത്. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റോഡ് ഉപരോധം നടന്നത്. പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ച ശേഷമായിരുന്നു റോഡ് ഉപരോധിച്ചത്. നരേന്ദ്രമോദി ജനാധിപത്യത്തെയും മതേതരത്വത്തെയും കശാപ്പ് ചെയ്യുന്ന ഗവൺമെന്റായി മാറി. നമുക്കറിയാം, രാജ്യത്തെ നീറ്റ് പരീക്ഷയിൽ കോടാനക്കോടി രൂപ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെയും രാജ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെയും അറിവോടുകൂടി കോടാനക്കോടി രൂപ കൈക്കൂലി വാങ്ങി അട്ടിമറി നടത്തിയതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് ഡൽഹിയിൽ തലസ്ഥാന നഗരിയിൽ സമരം നടത്തുന്നത്. ആ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നു. വിദ്യാർത്ഥികളുടെ ആവശ്യമെന്ന് പറയുന്നത് നീറ്റ് പരീക്ഷ അട്ടിമറിച്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാണ്. അത് മുഖവിലക്കെടുക്കാതെ ഒരുപാട് ദിവസക്കാലം സമരം നടത്തുന്ന ആ വിദ്യാർത്ഥികളെ ഗൗനിക്കാതെ മുമ്പോട്ട് പോകുന്ന ഒരു ഗവൺമെന്റായി കേന്ദ്ര ഗവൺമെന്റ് മാറി. ആ വിദ്യാർത്ഥികൾക്ക് നേരെ ഇന്നലെ കേന്ദ്രസേനയും ഡൽഹി പോലീസും നരനായാട്ട് നടത്തി ആ വിദ്യാർത്ഥി സമരത്തെ അടിച്ചൊതുക്കാൻ ശ്രമിച്ചു. അതിനെതിരെയാണ് പ്രിയപ്പെട്ടവരെ, രാജ്യത്തെ മതേതരത്വത്തെ കാവൽക്കാരൻ, രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അവരുടെ നേതൃത്വത്തിൽ, രാജ്യത്തെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിൽ, രാജ്യത്തെ പാർലമെന്റിലെ കോൺഗ്രസിന്റെ MP-മാരുടെ നേതൃത്വത്തിൽ, കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധം. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നുമാണ് പ്രകടനം ആരംഭിച്ചത്. റോഡ് നിരോധിച്ച പ്രവർത്തകരെയും നേതാക്കളെയും പോലീസ് നീക്കി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് നഗരത്തിൽ നിയന്ത്രണം വിട്ട ഓട്ടോ മറിഞ്ഞ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കാഞ്ഞങ്ങാട് വടകരമുക്കിൽ അതിഥി തൊഴിലാളിക്ക് കുത്തേറ്റു. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഉത്തം ദത്തിനാണ് കുത്തേറ്റത്. കാസർഗോഡ് തേരോത്ത് വിഷം അകത്ത് ചെന്ന് ചികിത്സയിലായിരുന്ന 19-കാരി മരണപ്പെട്ടു. തേരോത്തെ T അശോകന്റെ മകൾ T അനശ്വരയാണ് മരണപ്പെട്ടത്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സ്മരണാർത്ഥം കാസർഗോഡ് അനുസ്മരണ സമ്മേളനം നടത്തി. ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. പൈക്ക പുണ്ടൂർ ALP സ്കൂളിൽ ചാന്ദ്രദിനാചരണം സംഘടിപ്പിച്ചു. ബഹിരാകാശ സഞ്ചാരികളുടെ മോഡൽ സ്പേസ് സ്യൂട്ട് ധരിച്ച് വിദ്യാർത്ഥികൾ ചാന്ദ്രദിനം കൊണ്ടാടി. നെല്ലിക്കട്ട PBM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിസ്മയിപ്പിക്കുന്ന റോബോട്ടിക് ഷോ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുള്ള കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.